ഇതുവരെ കണ്ടിട്ടേ ഇല്ലാത്ത പരസ്പര ബന്ധമില്ലാത്ത രണ്ടുപേര് റോട്ടിൽ വെച്ചിട്ട് ഒരു കാറിൻ്റെ ഇഷ്യൂസിൽ അടിയുണ്ടാക്കുന്നു. അപ്പോൾ ഒരു ചെറിയ കാര്യമാണ് തുടങ്ങുന്നത്, പക്ഷേ ഇത് അവരുടെ ലൈഫിനെ തന്നെ മുഴുവനായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. പിന്നീട് ഇതിൻ്റെ പേരിൽ ഇവർ റിവെഞ്ച് എടുക്കുകയാണ്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പുറകിലുള്ള കാര്യങ്ങൾ കാണിച്ചു തരുന്ന ഒരു കിടിലൻ സീരീസാണ് ബീഫ്. തുടങ്ങുമ്പോൾ എങ്ങനെയാണെങ്കിലും ഇത് ചർച്ച ചെയ്ത് പോകുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഞെട്ടുന്നല്ല ഞെട്ടിത്തരിച്ചു പോകും. കാരണം ഇതൊരു 824 സീരീസാണ്. 824 സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് അറിയാം എത്തരത്തിലുള്ള സിനിമകളാണ് അവർ മേക്ക് ചെയ്യുക എന്നുള്ളത്. ക്രിയേറ്റീവായിട്ടുള്ള അമ്മാതിരി കണ്ടന്റുകൾ മാത്രമേ അവർ എടുക്കുള്ളൂ. സ്ഥിരം കാണുന്ന ടിപ്പിക്കൽ ക്ലീഷേഡ് സാധനങ്ങൾ അവർ തൊടാറേയില്ല. അത്തരത്തിലുള്ള തീർത്തും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള വാട്ട്സ് കമ്മിങ് എന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗംഭീരമായിട്ടാണ് ബീഫ് എന്ന സീരീസ്. ഈ തുടങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ചെറിയ രീതിയിൽ തുടങ്ങുകയും പിന്നെ ഇവരുടെ ഈ ലൈഫിലേക്ക് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ചെല്ലുകയാണ്. സോ ഇതിൽ ഒരാൾ ഭയങ്കര വെൽത്തി ആയിട്ടുള്ള പേഴ്സൺ എല്ലാവരുടെ കയ്യിലുണ്ട്, പക്ഷേ സമാധാനം മാത്രമില്ല. മറ്റേ നേരെ ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ ഭയങ്കരധികം പാവപ്പെട്ടൊരു വ്യക്തി, പക്ഷേ ആൾ ഡിപ്രഷൻ അടിച്ച് മരിക്കാനായിട്ട് സൂയിസൈഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. സോ ഇങ്ങനെയുള്ളൊരു പോയിന്റിൽ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും ക്ലാഷ് ആകുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കുന്നത്. സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു നിന്ന് പണി കൊടുക്കുന്നതിനിടയിലൂടെ സംസാരിച്ച് പോകുന്ന ഒരുപാട് വിഷയങ്ങൾ, അത് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഹ്യൂമൻ നേച്ചർ എന്നാണ്, ഡിപ്രഷൻ, ഫാമിലി അഫയേഴ്സ്, ദെൻ പോവർട്ടി തുടങ്ങിയ ഡീപ്പ് ഇഷ്യൂസാണ് ഇത് ചർച്ച ചെയ്ത് പോകുന്നത്. സോ ഒരു ഫാസ്റ്റ് പേസ്ഡ് ത്രില്ലർ മോഡിലൊന്നുമല്ല, ഒരു മീഡിയം പേസിലാണ് നീങ്ങുന്നത്. ഒരുപാട് സ്ലോ അല്ല, ഒരുപാട് ഫാസ്റ്റും അല്ല. അതിൻ്റെ ഒരു പേസിങ് ഉണ്ട്, തുടക്കം മുതലേ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു എസ്തറ്റിക്സും അതിൻ്റെ ഒരു മേക്കിങ്ങും അതിൻ്റെ ഒരു കളർ ഗ്രേഡിങ് ഒക്കെ തന്നെ ഒരു കാം കൂൾ ഒരു ടോണാണ് നമുക്ക് നൽകുന്നത്. സോ ആ ഒരു മോഡിലായിരിക്കും നമ്മളത് മുഴുവൻ കണ്ടിരിക്കുക. പക്ഷേ അതിനിടയിൽ വന്നു പോകുന്ന നമ്മളിങ്ങനെ സാച്ചുറേറ്റ് ആയിരിക്കുന്ന സമയത്തായിരിക്കും അടുത്ത സാധനം വരിക. സോ ഈ ക്യാരക്ടേഴ്സ്, ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഇതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. നമുക്ക് അവരുടെ പെർഫോമൻസ് കൊണ്ട് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് അതേപോലെ നമുക്ക് കിട്ടും. ചില നേരത്ത് ചില ക്യാരക്ടേഴ്സൊക്കെ വെറുതെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, പക്ഷെ ആ ചിരിയുടെ അകത്ത് തന്നെ കുറേ സാധനങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൺവേ ആവും. ഈ രീതിയിലാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. സോ റൈറ്റിംഗ്, അതിൻ്റെ പെർഫോമൻസ്, ദെൻ മേക്കിംഗ് എല്ലാം കൊണ്ടും എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു സീരീസ് തന്നെയാണ് ബീഫ്. ഇതൊരു ലിമിറ്റഡ് സീരീസ് കൂടിയാണ്. ഇപ്പോൾ വലിയ സീരീസുകളൊക്കെ കാണാൻ ഇഷ്ടമില്ലാത്തവർക്കും തീർച്ചയായിട്ടും ഇത് കാണാം. ഒരു സിനിമയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത സാധനം ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത് സീരീസ് ആയിട്ട് 824 കൺവേ ചെയ്ത്. ആൻഡ് ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന വിധം ഭയങ്കര രസമാണ്. ഒരു ഡാർക്ക് ഹ്യൂമറൊക്കെ കലർത്തി ഒരു ബ്ലാക്ക് കോമഡി രീതിയിലാണ് ഇത് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. സോ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് നൽകുന്ന, നമ്മൾ സ്ഥിരം കാണുന്ന സാധനമല്ല ബീഫ് എന്ന സീരീസ്. ആൻഡ് ഇത് ഒരു 18+ കണ്ടന്റ് ആണെന്ന് പറയാം, കാരണം ഇതിൻ്റെ കണ്ടക്സ്റ്റ് കൊണ്ടും ഇതിൽ കാണിക്കുന്ന കുറേ കാര്യങ്ങളും കൊണ്ട്. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നല്ല സീരീസാണ്, നല്ലതല്ല എക്സെപ്ഷണൽ ആയിട്ടുള്ള വെറൈറ്റി സീരീസുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും മിസ്സാക്കാൻ പാടില്ല. കഴിഞ്ഞ വർഷത്തെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് നെറ്റ്ഫ്ലിക്സ് സീരീസ് എന്ന് പറയാം ബീഫ് എന്ന സീരീസ്. ഒരു അറൗണ്ട് 40-50 മിനിറ്റ് വരുന്ന 10 എപ്പിസോഡുകളാണ് ഈ സീരീസിനുള്ളത്. കിഡിലിനാണ്, കണ്ടുനോക്കാം, മസ്റ്റ് വാച്ചാണ്.